തോൽക്കണമെന്നേ, തോൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഈ രണ്ടും മനസ്സ്. തോൽക്കാത്തടുത്ത് വിജയില്ലാന്ന്. സ്കൂൾ വിട്ട പോലെയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് കേരളത്തിൽ. ഈ ഫ്ലഡിൻ്റെ സമയത്ത് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാർ, ഒരുപാട് കടകൾ ഒക്കെ മുങ്ങിപ്പോയില്ല കേരളത്തിൽ. അപ്പോൾ പിന്നെയും നമ്മൾ ഈ ആഗ്രഹമുള്ളിൽ വീണ്ടും അതിൽ നിന്ന് ഒന്നിന്ന് വീണ്ടും തുടങ്ങുക, വീണ്ടും പോവുക. കാരണം ഏത് പരിപാടിയിലും പങ്കെടുത്താൽ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഒരു സമ്മാനമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കിട്ടും. 100% തിരിച്ചടി കിട്ടും. തിരിച്ചടിയും കിട്ടും. പുരുഷനെ ലൈവ് ആക്കുക, കോൺഫിഡൻസ് കൂട്ടുക, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആക്കുക. അതായത് നമുക്ക് എപ്പോഴും പറയാം എല്ലാ സാധനത്തിനും സൊല്യൂഷൻ ഉണ്ട് പ്രൊഡക്റ്റുകൾ, പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയുന്നിടത്താണ് ഫ്യൂലെക്സ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂലെക്സ് എന്ന് പറയുന്നൊരു സാധനത്തിലൂടെ നമ്മുടെ പുരുഷന്മാരെ താങ്കൾ ഇനി ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഉറപ്പായി സ്ക്വാഡ് വിജയിപ്പിച്ച പോലെ ഇത് വിജയിപ്പിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് ഓൾറെഡി വിജയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വലിയൊരു ബ്രാൻഡ് എൻ്റെ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഈ പത്രത്തിൽ ആ ന്യൂസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ചിരിച്ചു. കാരണം എനിക്ക് തെറ്റുപറ്റിയില്ല എന്ന് വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തലാണ്. സ്ക്വാഡ് നമ്മളന്ന് സംസാരിക്കുമ്പോൾ 20 കോടിയായിരുന്നു. അതെ അതെ. ഇപ്പൊ എന്ത് ഇപ്പൊ ഒരു ഏകദേശം ഒരു 60 കോടി രൂപയിലേക്കൊക്കെ വളർന്നു കഴിഞ്ഞു. അതൊന്നും അല്ല അതിന്റെ സെയിൽ. ഒരുപാട് ഇനി നമുക്ക് ഷെയർ ഈസി ആയിട്ട് 100 കോടി അടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ക്ലീനിങ് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് സാധ്യത അനന്തമാണ്. അത് കാലേ കൂട്ടി കണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി അത് വിജയിപ്പിച്ച് അത് വിറ്റ ഒരാശാൻ നമ്മുടെ കൂടെയുണ്ട്. ഇൻസിഡൻ്റലി ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു വിജയഗാഥയായിരുന്നു, അന്ന് വൈറലായിരുന്നു. പലരും സംരംഭം തുടങ്ങാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കും, എന്നാൽ അത് പെട്ടെന്ന് നിർത്തിപ്പോവും. പക്ഷെ ഒരാളങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അത് വളർത്തി ആ ബ്രാൻഡ് വിറ്റു. അതിനുശേഷം പുതിയൊരു സംരംഭമായി ഇറങ്ങിയിരിക്കുകയാണ്. സ്പാർക്കുള്ള ഒരു കഥയാണത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് ജിജോ പാവട്ടിക്കാരനാണ്. ജിജോ, രണ്ടാമത്തെ തവണയും സ്പാർക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. ജിജോ, നമ്മളിത് രണ്ടാമത്തെ തവണ ഇരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ അന്നത്തെ ഇന്റർവ്യൂ വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ കുറേ പ്രേക്ഷകരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റാപ്പപ്പ് ചെയ്യാം. തീർച്ചയായും. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ വീട് തൃശ്ശൂരാണ്. എൻ്റെ പേര് ജിജോ പാവട്ടിക്കാരൻ. ഞാൻ കോളേജ് കാലം കഴിഞ്ഞ് സ്കൂളൊക്കെ എവിടെയായിരുന്നു? തൃശ്ശൂർ എൻ്റെ അരിമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അലോഷ്യസിലായിരുന്നു പഠിച്ചിരുന്നത്, സെൻറ്റ് അലോഷ്യസ് എൽത്തുരുത്ത്. അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിലാണ് ജ്വല്ലറി ഇൻഡസ്ട്രി വളരെ ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ തൃശ്ശൂരുള്ള ആലുക്കാസ് ഗ്രൂപ്പ്, അന്ന് ആലുക്കാസ് ആണ്, ഇപ്പോഴാണ് ഒരുപാട് അത് അവരുടെ അവിടെ സെയിൽസിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്നത്. സെയിൽസ് ജോയിൻ ചെയ്ത് സ്വർണം കൊടുക്കൽ അറിയാം, വലിയൊരു ഹൈ വാല്യൂ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സെയിൽസിൻ്റെ ബാലപാഠങ്ങളൊക്കെ എനിക്ക് അവിടെ കിട്ടിയത്. എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? മൊത്തം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 20 വർഷത്തോളം. 20 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അലുക്കാസിൽ മാത്രം? അലുക്കാസ്. അപ്പോൾ അത് പടിപടിയായിട്ട് അവിടെ ഉയർച്ച ഉണ്ടായോ? തീർച്ചയായും. ഞാൻ സെയിൽസ് കഴിഞ്ഞ് ഷോറൂം മാനേജറായി. പിന്നെ കുറേ കാലം ഗൾഫിലായിരുന്നു. അവരുടെ എല്ലാ വളർച്ചയോടൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് അവിടെ അവരുടെ മാർക്കറ്റിംഗ് ബ്രാൻഡ് ഹെഡായിരുന്നു. ഒരുപാട് പരസ്യങ്ങളായിട്ടുള്ള അടുപ്പങ്ങളും പ്രോഡക്റ്റിനെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ ബ്രാൻഡുകളും കേരളത്തിന് പുറത്തു പോയപ്പോൾ ഉള്ള വളർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ, ഒരുപാട് പഠിക്കാനും പറ്റി അതിൻ്റെ പിന്നിൽ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ജ്വല്ലറി സെയിൽസും മാർക്കറ്റിങ്ങും പർച്ചേസും എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ്. എല്ലാം പഠിച്ചിട്ടുണ്ട് അവിടെ. ആ കാലഘട്ടത്തിലാണോ അവര് വേർപിരിയുന്നത്? അതെ. അതൊരു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രദേഴ്സും എല്ലാവരും ഇപ്പോൾ ഓരോ ജോഗ്രഫി എല്ലാവരും ഏറ്റെടുക്കലും. താങ്കൾ ഏത് ഗ്രൂപ്പ്? ഞാൻ അത് കഴിഞ്ഞ് ജോസ് ആലുക്കാസ് ഗ്രൂപ്പിലായിരുന്നു. അവരുടെ മക്കളായിട്ടും എല്ലാവരുമായിട്ട് വലിയ ഒരു അടുപ്പമുള്ള കാരണം ആ ഗ്രൂപ്പിലേക്ക് പോയി. അതിൻ്റെയും എക്സ്പാൻഷന് ഒരുപാട് ചാലഞ്ചാണല്ലോ സെയിൽസിൽ, അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാം. അക്കാലത്താണ് ജോസ് ആലുക്ക എനിക്ക് തോന്നുന്നു യുഎഇയിലൊക്കെ ദുബായിലും കുറേ ഷോറൂമുകൾ ചെയ്തു. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഇൻഡസ്ട്രി നന്നായി ഗ്രോ ചെയ്യുന്നു. ഇപ്പോഴും ആ ഇൻഡസ്ട്രി നല്ല രീതിയിൽ തന്നെയാണ്. അതിനുശേഷം ഒരുപാട് ബ്രാൻഡുകൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു? മൊത്തം ഈ ജ്വല്ലറി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു 20 വർഷക്കാലമാണ് അവരുടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ എല്ലാ പരീക്ഷണങ്ങളും നമ്മുടെ കഴിഞ്ഞു എന്ന് പറയുകയും ഒരു പുതിയ തുടക്കം വേണമെന്ന് എന്നിൽ
പിന്നെ ഈ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു അസുഖം തന്നെയാണ് അത്. രക്തത്തിൽ ഇത്തിരി സംരംഭകരുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒന്നുമില്ല. നമ്മളെ പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. റിസ്ക് ഉണ്ട്, അത് എല്ലാ തരത്തിലും നമുക്ക് ടെൻഷൻ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ആരോഗ്യ പരിപാലന ശുചിത്വം എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക്, ഇനി അത് ഇന്ത്യ കുറച്ചും കൂടി ശുചിത്വത്തിലേക്ക് കടക്കുന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായി. അത് ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെയാണ് അത് ഇപ്പോഴും നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില പ്രോഡക്റ്റുകളിൽ നിന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് അവരുടെ ഒരു മോണോപ്പോളിയാണ്. ഇപ്പോഴും ചില ബ്രാൻഡുകൾ പൊസിഷൻ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ശക്തമായ ഷെയർ ഓഫ് വോയിസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ എനിക്കൊരു ചെറിയൊരു ഷെയർ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് തോന്നുകയും, തികച്ചും വ്യത്യസ്തമായിട്ട്, അതായത് ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ കാലത്ത് നല്ല ഡ്രസ് കോഡും നല്ല ശമ്പളവും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളതിങ്ങനെ പൊട്ടിച്ച് എന്താ പറയുക ബ്രേക്ക് ചെയ്ത് ഫാമിലീനെയൊക്കെ അത് പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ മാനസികമായിട്ട് തയ്യാറാക്കി ഞാനത് മാറി ഏത് പ്രോഡക്റ്റ് എന്നുള്ളതിനും ഒരു തീരുമാനമായതിനു ശേഷം സ്ക്വാഡ് ഫ്ലോർ ക്ലീനർ എന്ന് പറയുന്ന ഒരു ഫ്ലോർ ക്ലീനറാണ് ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ പല എല്ലായിടത്തും അറിയപ്പെടുന്ന സ്ക്വാഡിന്റെ ഫൗണ്ടറാണ് ഇരിക്കുന്നത്. കണ്ടുപിടിച്ച ആളാണ്. സ്ക്വാഡ് തുടങ്ങി. അത് എത്ര പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു? ഏകദേശം 100-ൽ താഴെ പ്രോഡക്റ്റുകൾ അതിലുണ്ടായിരുന്നു. കേരളത്തിൽ എന്നുള്ളതല്ല, ഞാനത് അന്ന് ബാംഗ്ലൂരും എല്ലായിടത്തും അത് എത്തിക്കാൻ കഴിഞ്ഞു. അത് എനിക്ക് തെറ്റിയില്ല, കാരണം അതിൽ സ്പേസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി പ്രോമിസ് ചെയ്തു. കസ്റ്റമർക്ക് അതിൽ പല കാര്യങ്ങളെ കൊണ്ട് നമുക്കത് അതിൻ്റെയും സെയിൽസ് നമ്മൾ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ. ആദ്യത്തെ എൻ്റെ വീടിനടുത്തുള്ള കടയിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കാണിക്കുകയും, ഒരു പക്ഷേ എന്നെ അറിയാവുന്നവർക്ക് അറിയുമായിരിക്കും ഇത് കേൾക്കുന്നവർക്ക്, ഞാൻ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും അത് 6 പീസ് 12 പീസൊക്കെ അവിടെ വെച്ച് അതിൻ്റെ സെയിൽസ് തന്നെ ഇറങ്ങി പോകാണ്ട് വന്നപ്പോൾ ഞാൻ ഈ വൈകുന്നേരങ്ങളിൽ പോയി അവിടെ നിന്ന ചില കഥകളുണ്ട്. കാരണം വളരെ നിഷ്പക്ഷമായി വരുന്ന ചില കസ്റ്റമർക്ക് അത് എടുത്തു കൊടുക്കുകയും പുതിയ പ്രോഡക്റ്റാണെന്ന് കാണിക്കുകയും കൊടുത്തു. അങ്ങനെയാണ് ആ സെയിൽസ് കൊണ്ടുവന്നത്. പിന്നീട് അത് ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കായി. പിന്നെ ലുലു, അതുപോലെയുള്ള നെസ്റ്റോ, അങ്ങനെയുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും അത് അവൈലബിൾ ആണ്. അത് വളർന്നു നല്ല രസമായിട്ട് അതിനൊരു കസ്റ്റമറായി. അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളന്ന് സംസാരിക്കും 10-20 കോടി വിറ്റുവരൊക്കെ ആയി. ആ കാലത്താണ് ഒരു ഓഫർ വരുന്നത്. അതെ, ആ ഓഫർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ എനിക്കിത് നല്ല രീതിയിൽ എക്സ്പാൻഷൻ നാഷണൽ ലെവലിൽ പോകുമ്പോൾ വീണ്ടും ഇതിൽ ചാലഞ്ചസുകളുണ്ടല്ലോ, അറിയാമല്ലോ. ഞാനത് സ്ക്വാഡ് തുടങ്ങുമ്പോൾ ഞാനത് എപ്പോഴും ആലോചിക്കും. സ്ക്വാഡിൻ്റെ ആ ഒരു ഐഡിയ തന്നെ മനസ്സിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ടാക്സ് സംവിധാനങ്ങളിൽ വന്ന മാറ്റങ്ങൾ, GST വരികയും അതിനുശേഷം വന്ന ഫ്ലഡ്, അതിനുശേഷം വന്ന നോട്ട് നിരോധനം, അവസാനം ഈ കൊറോണയിൽ എത്തിയത്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഇതിനെ അതിജീവിച്ചവർ കേരളത്തിൽ വളരെ കുറച്ച് പേരായിരിക്കും ഉണ്ടാവുള്ളൂ. കുറേ പേരൊന്നും എനിക്ക് തോന്നുന്നില്ല, ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ബാക്ക് ഫെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസിനും ബിസിനസ്സുകാരും എനിക്ക് നേരിട്ടറിയാം. നമ്മൾ അന്ന് ഒരു വൈറ്റ് കോളർ എന്നുള്ള രീതിയിൽ ഒരു സ്ഥാപനത്തിൻ്റെ അത്തരം പോസ്റ്റിലിരുന്ന് മാർക്കറ്റിൽ വരുമ്പോഴാണ് ഈ ഇത്തരം വിഷമങ്ങളൊക്കെ നമ്മൾ കാണാനിടയായതും. അതായത് എവിടെ നിന്ന് തുടങ്ങി എന്നിട്ട് അവിടേക്ക് എത്താത്തൊരവസ്ഥ, അതായത് നമ്മൾ അതിലേക്ക് റീച്ച് ആവുകയില്ല, എന്നാൽ കയ്യിലുള്ളത് പോവുകയും ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഈശ്വരാനുഗ്രഹം, പിന്നെ ജോലിയോടുള്ള ആഗ്രഹം, അതുതന്നെയാണ് നമ്മളെ സന്തോഷം എന്നൊക്കെ പറയുന്നൊരു സാധനത്തിലേക്ക് ഞാൻ നിന്നത്. ഇന്ന് ആ സ്ക്വാഡിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ സ്ക്വാഡിൻ്റെ ഈ പ്രപ്പോസൽ എടുക്കുകയും എനിക്കതിനെ ശക്തിയാക്കണം എന്നുള്ളത് വലിയ ബ്രാൻഡായിരുന്നു. കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിരുന്നു. അതെനിക്ക് വരുമ്പോൾ ഉറപ്പായിരുന്നു എനിക്ക് ഈ സ്ക്വാഡിനെ ഇനി വലുതാക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പല തരത്തിലും അതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. പണമായിട്ടും ആവശ്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അതിലെനിക്ക് ആലോചിക്കേണ്ടതില്ല. വീട്ടിലൊന്നും ആലോചിച്ചു, നമ്മൾ ആ സാധനം ഭംഗിയായിട്ട് ഏൽപ്പിച്ചു. ഏകദേശം ഒരു വർഷത്തോളം ആ ബ്രാൻഡിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തു. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് 2 വർഷം ബ്രേക്ക് എടുത്തു. അപ്പൊ നമ്മള് കുറച്ച് കോടികളൊക്കെ കയ്യിലുണ്ട്, ഇത് വെച്ച് വെറുതെ ഇരുന്നു 2 കൊല്ലം. അതായത് വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് തൃശ്ശൂർക്കാർക്ക് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ, കാരണം നമ്മള് വീണ്ടും ഇനി എന്തെന്ന് പറയുമ്പോൾ പൈസ ഉണ്ട്, പക്ഷെ ഇതില് ഒരു രസമില്ലാന്നേ. നമ്മൾ പറയില്ല ഇത്രയും കുറെ, അന്ന് എനിക്ക് ഈ കമ്പനി 10-60-67 സ്റ്റാഫും ഉണ്ട് അന്ന്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് ഒരു പണിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. ആ കാലഘട്ടത്ത് കേരളത്തിലുള്ള കുറച്ച് ബ്രാൻഡുകൾക്ക് കൺസൾട്ടിങ് പോലെ കുറേ കഥകൾ നമുക്ക് അറിയാലോ.
അതൊക്കെ ഞാൻ ചെറിയ വാലിഡേഷനായിട്ട് കൊടുക്കുകയും, പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു അതൊന്നുമല്ല എൻ്റെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വൈഫിന് മനസ്സിലായി ഇത് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. ആദ്യം ഒന്നിനി തുടങ്ങണ്ടെന്ന് പറഞ്ഞ ആൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മാനസികാവസ്ഥ മനസ്സിലായി. എന്തെങ്കിലും നിങ്ങൾ തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോട്ടെ എന്നുള്ളൊരു സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ദെൻ വീണ്ടും നമ്മൾ അപ്പോൾ അങ്ങനെ വീണ്ടും റിസർച്ചാണ് എന്തിൻ്റെ പിന്നിലും സാറേ റിസർച്ച്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇതിന് സൊല്യൂഷൻ വേണമല്ലോ. വെറുതെ ഒരു ജനറിക് ആയിട്ട് ഒരു പ്രോഡക്റ്റിന് സ്പേസ് ഇല്ല. അത് ഒരു പ്രോബ്ലം കൊടുക്കണം, ഒരു സൊല്യൂഷൻ വേണം നമുക്ക്. അങ്ങനെ ഈ സൊല്യൂഷന് പിന്നാലെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ജനറിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. പക്ഷെ എന്നാലും ഒരു സൊല്യൂഷൻ വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് യാത്രകളും പഠനങ്ങളും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഇപ്പോഴും വുമൺ ലേഡീസ് ഇപ്പോൾ അറിയാം അവരുടെ ഹെയറിനായിട്ടുള്ളതും സ്കിന്നിനായിട്ടുള്ളതും ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ. അപ്പോൾ നമ്മളതിങ്ങനെ കാണുന്നു. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രോഡക്റ്റുകളൊന്നും ഇല്ല, വളരെ കുറച്ച്. അതായത് എനിക്ക് തോന്നുന്ന കുറേ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ക്ലോത്തുകളോ കണ്ണാടിയോ മറ്റേ സ്പെക്കോ ഇങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ ഒന്നിലും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമ്മളൊരു ഏജ് കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. അത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് ഇത്ര വയസ്സായി എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ ആ വയസ്സ് തന്നെ ഒരു അസുഖം തന്നെയാണ്, നമുക്കത് യാഥാർത്ഥ്യമാണത്. അപ്പോൾ അതിൻ്റെ ചില പോരായ്മകൾ എനിക്കത് ഒരുപാട് പഠനങ്ങളിലൂടെ മനസ്സിലായി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ അനാവശ്യമായ ചില ലഹരി ഉപയോഗങ്ങളും അനാവശ്യമായ തന്നെ നമുക്ക് പറയാം, മദ്യപാനം, ഈ പറയുന്ന സ്ട്രെസ്സ്, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ്, നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ. കാരണം ഇപ്പം നമ്മൾ പറയും നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാം ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ എവിടെ കഴിക്കാൻ പറ്റും, നമുക്ക് അറിഞ്ഞൂടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. നമ്മൾ ഓടുന്ന ഓട്ടം ഒരുപാട് കമ്മിറ്റ്മെന്റുകളല്ല പുരുഷന്മാർക്ക്. ശരിയാണ്, നമ്മളൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു എല്ലാവരും മൾട്ടിപ്പിൾ ജോലിയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പണി എന്നല്ല പറയുന്നത്, മൾട്ടിപ്പിളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളതാണ്, പക്ഷെ പുരുഷന്മാരിൽ ഈ സ്ട്രെസ് കൂടുതലാണ്. കാരണം നമുക്ക് ഒരു അറ്റ് എ ടൈമിൽ നമ്മൾ ചിന്തകൾ ഒരുപാടാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. കാരണം അത് പണം മാത്രമല്ല, ശാരീരികമായിട്ടും അവിടേക്ക് എനിക്കൊരു അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് കയ്യിൽ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് വയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും അറിവില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞാൻ പഠനങ്ങൾ തുടങ്ങി. ആ പഠനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പുരുഷൻ്റെ ഏറ്റവും അവൻ്റെ ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന അവൻ്റെ പ്രൊഡക്ടിവിറ്റി കാണിക്കാൻ അവൻ്റെ ഏറ്റവും വലിയൊരു ഇത് സെക്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ പഠനങ്ങൾ പഠിച്ചപ്പോൾ നമ്മളെന്നതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം എന്തൊക്കെയോ നമ്മളിങ്ങനെ അറിഞ്ഞു. പക്ഷെ അവിടെ ഒരു ഏജ് കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ അവനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ കാണുന്ന ചില ന്യൂസുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നത് വെട്ടി. അപ്പോൾ കുറേയൊക്കെ എനിക്ക് മനസ്സിലാവുന്നു ഇത്തരം കാര്യങ്ങളിലൊന്നും അത്ര പൊതുവേദികളിൽ ചർച്ച ചെയ്യാൻ ആരും സമൂഹം തയ്യാറല്ല എന്നുള്ളതല്ല. ഞാൻ പിന്നെ ഇത് ഈ ഒരു കാറ്റഗറിയാണ് ഞാൻ തിരഞ്ഞെടുക്കണമെന്ന്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. എക്സാക്ട്ലി. ഞാൻ അതിനൊരു സപ്ലിമെന്റ്, അതായത് സപ്ലിമെന്റ് എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് ഭക്ഷണത്തിലൂടെ, പഴയ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിലൂടെ ഒരുപാട് നമുക്ക് കിട്ടിയിരുന്നു. കാരണം വളരെ നാട്ടിലുണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. ഇപ്പം നമുക്ക് പറയില്ലേ മണ്ണിലും ഒക്കെ. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റ് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുകയും ഒരു ഹെർബൽ ന്യൂട്രീഷനായിട്ടൊരു സപ്ലിമെൻറ്റ് ഞാൻ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഏകദേശം 2 വർഷം ഇതിന് എടുത്തു. എന്താണ് സ്ഥാപനത്തിൻ്റെ പേര്? ടച്ച്സ്റ്റോൺ ഹെൽത്ത് സയൻസ് എന്നാണ്. ബ്രാൻഡ് നെയിം ഫ്യൂലെക്സ് എന്നാണ്. ഫ്യൂലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുരുഷന്റെ ചില പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ജിജു ചോദിച്ചോട്ടെ, കാരണം പുരുഷന്റെ സെക്ഷൽ ഡ്രൈവ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അത് കൂടുതലുള്ളത് ഈ നമ്മുടെ ഫാർമ ബേസാണ്. ഈ ഫാർമ ബേസിൽ ഞാൻ നോക്കുമ്പോൾ ഈ ഫാർമ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ഞാൻ വായിക്കാനുണ്ടായി 2050 ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്യാൻസറിനും അതുപോലെ തന്നെ ഈ റോഡ് അപകടങ്ങളായിരിക്കും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് ഇപ്പം മെഡിക്കൽ ഷോപ്പുകളിലൊന്നും കൊടുക്കുന്നില്ല. കാരണം അത് എന്തിനോ പരിഹാരം, എന്നാൽ ഒന്നിനും പരിഹാരമല്ലാത്ത രീതിയിലാണ് നമ്മുടെ
ഹെൽത്തിനെ അത് ഇത് ചെയ്യുന്നത്, ദോഷം ചെയ്യുന്നത്. ഈ കാറ്റഗറിയിൽ ഒരുപാട് ഫാർമ പ്രോഡക്റ്റുകളുണ്ട്. ഒരിക്കലും നമ്മൾ അതിനെ കുറ്റം പറയുകയല്ല, പക്ഷെ അത് ഒരിക്കലും ഹാംഫുള്ളായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം സഡനായിട്ട് കിട്ടുന്ന ചില കിക്കുകളാണ് അത്. ഒരുപാട് ഷോർട്ട് ടൈം റിസൾട്ട് ആണ്. ഷോർട്ട് ടൈം റിസൾട്ടും ഒരുപാട് ശരീരത്തിനെ തളർത്തി കളയുന്നുണ്ട്. അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അത് ഉപയോഗിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അത് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഹെർബൽ സൊല്യൂഷൻ 100% നമ്മൾ ഹെർബൽ സൊല്യൂഷനാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മളത് അത് അത് ഇപ്പോൾ ഏകദേശം ഓൾ ഇന്ത്യയിൽ കന്യാകുമാരി മറ്റേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന് പറയുന്ന ഷോറൂമിൽ അത് അവൈലബിൾ ആണ്. ഞാൻ അവിടെ അത്തരം ഷോപ്പുകൾ ആദ്യം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം, പുരുഷൻ ഈ നട്ട്സ് കടകളിലൊക്കെ പോകുന്നത് അവനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ എൻഹാൻസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ തപ്പിയിട്ടാണ്. ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ ഡേറ്റ്സും അല്ലെങ്കിൽ കാഷ്യൂനട്ടും അങ്ങനെയുള്ളതൊക്കെ വാങ്ങുന്നത് ആണുങ്ങളാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മൈനസ് ഫില്ല് ചെയ്യാനാണ്. അവിടെയാണ് ഞാൻ ആ സ്പേസ് ഓപ്പൺ ആക്കിയത്. അതെനിക്ക് തെറ്റിയില്ല, കാരണം അവിടെ നല്ല രീതിയിൽ അത് ഓഫ് ടേക്ക് എടുക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും, ഞാനിപ്പോൾ ഇത് ഇവിടെയും പറയാം, കേരളത്തിലായിരിക്കും കുറവെന്ന് തോന്നണം. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല, പറയാൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ, ഇങ്ങനെ കുറേ കത്ത് നമ്മൾ പറയില്ലേ, മുടി പോയാൽ നമ്മൾ മുടി വയ്ക്കും, കണ്ണിന് കാഴ്ച കുറവായ കണ്ണാടി വയ്ക്കും, കേൾവി എല്ലാം ചെയ്യും, ഇതൊരാൾ അഡ്രസ്സ് ചെയ്യില്ല. ഭയങ്കര ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ് പുരുഷൻ്റെ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സൊല്യൂഷൻ അതിൽ കൊടുക്കാൻ പറ്റും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഫ്യൂലെക്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അജ്ഫാൻ, അതുപോലെ തന്നെ അൽത്തമാർ, പ്രീമിയം ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ, അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ, എയർപോർട്ടുകളിൽ, അതുപോലെ നട്ട്സ് കടകളിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും. ഇത് എത്ര നാളുകൊണ്ടുള്ള കാര്യം? ഒരു വർഷം കൊണ്ട് ഒരു വർഷം എയർപോർട്ടിൽ വരെ നമ്മളുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നമ്മുടെ. ഇത് ടെസ്റ്റഡ് പ്രൂവൺ ആണോ? ടെസ്റ്റഡ് പ്രൂവൺ ആണ്. അതായത് ഇതിൻ്റെ എല്ലാ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റും GMP ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ ഇതോടും കൂടിയാണ് ഞാൻ ചെയ്തത്. ആയുർവേദ പ്രോഡക്റ്റ് ആണ്. അത് ഫുൾ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകളാണ്. ഹെർബലാണ്. സർട്ടിഫിക്കറ്റ് ആയുറിൻ്റെ GMP സർട്ടിഫിക്കേഷൻ വേണം. അതുകൊണ്ട് എല്ലാം അതായത് അതുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂലെക്സിന് കൊടുക്കാവുന്ന പ്രോമിസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രോഡക്റ്റിൽ മാത്രം ഒരിക്കലും അല്ല. ഇനി ഒരു ഏകദേശം ഇപ്പം തന്നെ ഞാനൊരു ബാത്തിങ് കേക്ക് ഫോർ മെൻ, അതായത് കുളിക്കാനായിട്ട്, അതായത് ഈ അവനെ മറ്റേ പുരുഷനെ എപ്പോഴും എൻഹാൻസ് ചെയ്യുന്ന, മൂഡ് ഇമ്പ്രൂവ് ചെയ്യുന്ന ബോഡി ലോഷനും ബോഡി വാഷ്, അങ്ങനെ ഒരു 10ഓളം പ്രോഡക്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാം ഈ പുരുഷനെ എൻഹാൻസ് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞോ? ഇത് ബാത്തിങ് കേക്ക് ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി. ആമസോണിലും എല്ലാ കടകളിലും, ആമസോണിലുണ്ട്, ഓൺലൈൻ സെയിലുണ്ട്, ആമസോണിലും കൊടുക്കും. ഈ കടകളിലല്ലാതെ ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാ ഇതിലും ഉണ്ട്. ഇപ്പോൾ ക്വിക്കമേഴ്സ്, ഇപ്പോൾ നമ്മുടെ ബ്ലിങ്കറ്റും ഇൻസ്റ്റാമാർട്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൊല്ലം കൊണ്ട് എന്ത് ടേൺ ഓവർ ഉണ്ടായി? അതിലിപ്പോൾ ഏകദേശം ഒരു മാസം ഒരു 25 ലക്ഷം രൂപ. ഇപ്പൊ ഒരു വർഷം കൊണ്ട് നമുക്കിപ്പോൾ അതൊരു 3 കോടി രൂപ ടേൺ ഓവർ വന്നു കഴിഞ്ഞു. ഇത് കാരണം ഫാക്ടറി എവിടെയാണ്? നമ്മൾ അത് ഒരു ഡൽഹിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഡൽഹിയിലാണ് ഇവിടെ. അപ്പൊ ഇതിന് സെയിൽസ് ടീം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല? ഒന്നുമില്ല. ഞാൻ തന്നെയാണ് ആദ്യം ഈ സ്ക്വാഡ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇതിന്റെ പുറകെ സ്ക്വാഡ് ആദ്യം നടന്നത്. കാരണം ഇത് നമുക്കറിയില്ലല്ലോ, ടച്ച് ആൻഡ് ഫീൽ ആണല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ വിൽക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ പുള്ളിയുടെ സംബന്ധിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. താങ്കൾ കണ്ട ഇത്രയും ഔട്ട്ലെറ്റുകൾ താങ്കൾ ഒറ്റയ്ക്ക്? ഞാൻ അത് ഇപ്പൊ എന്നെ അറിയാവുന്നവർക്ക് അറിയാം. നമ്മൾ തന്നെ ചെല്ലുന്നു, പരിചയപ്പെടുത്തുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് വേറെയാണ്. കാരണം നമ്മളത് എന്തിനു കോംപ്രമൈസ് ചെയ്യുന്നത്? കാരണം നമുക്ക് പറയാവുന്നതിനും കൂടുതൽ വേറെ ആൾക്ക് ആ സ്റ്റോറി പറയാൻ പറ്റില്ല. ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. ഞാൻ കൊണ്ട് നടക്കും. ഒന്ന് ചോദിച്ചോട്ടെ ജിജോ, ഈ പുരുഷന്മാരെ ഒന്ന് എനർജൈസ് ചെയ്യണം എന്ന റീസൺ എന്താണ്? താങ്കൾ എന്താണ് അതിലോട്ട്? അത് എനിക്ക് തോന്നുന്നത്, എന്നോട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈ എനർജി എന്താണെന്നുള്ളത്. ഞാൻ കുറെ ആൾക്കാരോട് ഞാൻ പറയും, ഈ എനർജി എന്ന് പറയുന്നത് ഒന്നൊരു ഈശ്വരവിശ്വാസം, വായന, കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കുക. കുറേ സ്ഥലങ്ങളൊന്നും നമ്മളെ അവൈലബിൾ ആവണ്ടെന്നേ. കുറേ സ്ഥലങ്ങളിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു മിഷനൊക്കെ കോംപ്രമൈസ് ചെയ്യപ്പെടുക. എന്നാൽ അവൈലബിൾ ആവേണ്ട സ്ഥലങ്ങളിൽ അവൈലബിൾ ആവുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം, നമ്മളൊരു മനുഷ്യൻ, എനിക്ക് തോന്നുന്നു ഒരുപാട് വായനകളിലൂടെ പോയപ്പോൾ ഒരു സോഷ്യൽ അനിമലാണ്. ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം കട്ടായാൽ ഭയങ്കര മോശമാണ്. ഈ സോഷ്യൽ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ടൊന്നും കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്, എൻ്റെ ആ കൊറോണ കാലത്തൊക്കെ ഒരു 67 സ്റ്റാഫുകൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ജോലിയില്ലാതെ എല്ലാവരും ഇരിക്കുമ്പോൾ, ഇത് എൻ്റെ പ്രോഡക്റ്റ് ഈ ഒരു എസെൻഷ്യൽ
കമ്മോഡി ഇതായ കാരണം ഭയങ്കരമായിട്ട് ജോലി ചെയ്യാനും എല്ലാ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാ പിന്തുണയും കിട്ടിയ കാരണം വലിയൊരു സന്തോഷം അതൊക്കെ ബാഗിലേക്ക് ആലോചിക്കുമ്പോൾ. ഇപ്പോഴും ഈ പ്രോഡക്റ്റിൽ ഇനി ഒരുപാട് സ്റ്റാഫുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലിലൊക്കെ പ്രോഡക്റ്റ് സെയിൽസിൽ. ഇനി ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മുടെ കൈകൊണ്ട് എത്തില്ല. ഈ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് അതാ. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ സ്ക്വാഡ് കൈമാറിയ കമ്പനിയുമായിട്ട് വീണ്ടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കുന്നത്. അത് ശരി, ഒരു കൊല്ലത്തിനുള്ളിൽ പ്രോഡക്റ്റ് കൊണ്ട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ സ്ക്വാഡ് നമ്മളന്ന് സംസാരിക്കുമ്പോൾ 20 കോടിയായിരുന്നു. അതെ അതെ. ഇപ്പൊ എന്ത് ഒരു ഏകദേശം ഒരു 60 കോടി രൂപയിലേക്കൊക്കെ വളർന്നു കഴിഞ്ഞു. ചുരുങ്ങിയാണ് 2-2.5 വർഷം. ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. 2.5 വർഷം കൊണ്ടാണ് 60 കോടി. അത് ഒന്നാമതിൽ ബ്രാൻഡ് പ്രസൻസ്, ജനങ്ങൾക്ക് ബ്രാൻഡിനെ അറിയാം. പിന്നെ ഒരുപാട് ജോഗ്രഫി എക്സ്പാൻഡ് ചെയ്തു. ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് സെയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയ കടകളും ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഈ ലുലു പോലെയുള്ള നെസ്റ്റോ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്പർ ഓഫ് ആഡ് കൂടുന്തോറും വോളിയം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ബാംഗ്ലൂർ, അതുപോലെ തെലങ്കാന എല്ലായിടത്തും വരുന്നു. അതൊന്നും അല്ല അതിൻ്റെ സെയിൽ. ഒരുപാട് ഇനിയും നമുക്ക് ഷെയർ ഈസി ആയിട്ട് 100 കോടി അടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആൾക്കാരുടെ അടുത്താണ് താങ്കൾ ഈ പ്രോഡക്റ്റ് വീണ്ടും എൻ്റെ ഫ്യൂലെക്സ് അക്സെപ്റ്റ് ചെയ്തു. അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാറ്റഗറിയാണ്. ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ മെൻ എന്ന് പറയുന്ന ഒരു സ്പേസാണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിൽ ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകളും ഇറക്കാമെന്ന് പറയുകയും ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് രാഹുൽ മാമൻ എന്ന് പറയുന്ന അതിയായ ഒരുപാട് സ്വപ്നങ്ങളും എൻ്റെ പോലെ തന്നെ അറിയാവുന്ന, അപ്പോൾ പുള്ളിയാണ് അത് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് വീണ്ടും അത് ആ ബ്രാൻഡിൽ എൻ്റെ പഴയ കുട്ടിയായ സ്ക്വാഡിൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അതിനെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അത് സ്വീകരിച്ചു. പഴയ കൊച്ചിനെ തിരിച്ചു കിട്ടി. ഇപ്പൊ രണ്ട് കുട്ടിയാണ്. ഒന്ന് ഫ്യൂലെക്സ് കൊണ്ട് എക്സൈറ്റ്. എനിക്ക് ഇപ്പൊ ഈ സ്ക്വാഡിനെ ഇനിയുണ്ട് ഒരുപാട് കഥകൾ അതിൽ പറയാൻ. ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുവരണം. നമ്മൾ പറയില്ലേ, കോമ്പറ്റ് ചെയ്യാന്നുള്ളതല്ല, സൊല്യൂഷനുകൾ പ്രോഡക്റ്റുകളിൽ കൊണ്ട് അതിൻ്റെ റിസർച്ച് നടക്കുന്നു. പുതിയ പ്രോഡക്റ്റുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഒപ്പം തന്നെ ഫ്യൂലെക്സ് എന്ന് പറയുന്ന പുരുഷനെ ലൈവാക്കുക, കോൺഫിഡൻസ് കൂട്ടുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആക്കുക. അതായത് നമുക്ക് എപ്പോഴും പറയാം എല്ലാ സാധനത്തിനും സൊല്യൂഷൻ ഉണ്ട് പ്രോഡക്റ്റുകൾ, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നിടത്താണ് ഫ്യൂലെക്സ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിജോ ഇത് ഇറക്കിയിരിക്കുന്ന എല്ലാം നല്ല പ്രീമിയം ഔട്ട്ലെറ്റുകളിലാണ്. ഞാൻ ഈ പ്രീമിയം ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് എന്നുള്ളതും ആംബിയൻസ് എന്നുള്ളതും വലിയൊരു ഘടകമാണ്. നമ്മൾ ആരെ ബ്രാൻഡ് നോ യുവർ കസ്റ്റമർ എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കും. ആ കസ്റ്റമറെ നമ്മൾ ഇപ്പോൾ ഒരു വളരെ ഭയങ്കര മാസ്സായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ പറയില്ലേ, എല്ലാ ചെറിയ കടകളിലും വയ്ക്കിയാൽ ആ കസ്റ്റമർക്ക് അത് അവിടെ പ്രാക്ടിക്കൽ അല്ല, അവർക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് പ്രീമിയം ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളാണ്. കാരണം ശരീരത്തെ സ്നേഹിക്കുന്ന, എനിക്ക് അടുത്തൊരു ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പണം മുടക്കാൻ തയ്യാറുള്ള അതെ എക്സാക്ട്ലി, അതിന് സാറ് പറഞ്ഞതിൽ ഏറ്റവും പണം മുടക്കാൻ, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് പണം മുടക്കാൻ. ഇപ്പോൾ നമ്മൾ പറയില്ല, അവരിപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട്. എന്നാലും ജിമ്മിന് പോകണേ ഇപ്പോൾ ഒരു മറ്റേ ബോഡി സൗന്ദര്യ മത്സരത്തിന് പോകാനൊന്നുമല്ല. കാരണം എൻ്റെ നമ്മുടെ കുറവുകളെ നികത്താൻ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ ഇന്ത്യ വീണ്ടും ഇത്തരം ഈ ഒരു ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വലിയൊരു ബ്രാൻഡ് എൻ്റെ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഈ പത്രത്തിൽ ആ ന്യൂസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ചിരിച്ചു. കാരണം എനിക്ക് തെറ്റുപറ്റിയില്ല എന്ന് വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കാട്ടി കൊടുത്തു. വലിയൊരു ബ്രാൻഡാണ്, മൾട്ടിനാഷണൽ കമ്പനി, സെയിം കോൺസെപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ്. ഒരു വർഷം ഞാൻ സീനിയറാണ്. കാരണം ഇൻട്രസ്റ്റിംഗ്, ദ കാറ്റഗറി ഈസ് ഗ്രോയിങ്, സൊല്യൂഷനായിട്ട് അവരും വരട്ടെ, എല്ലാവരും വരട്ടെ, മാർക്കറ്റ് വലുതാവട്ടെ, എല്ലാവരും ഇതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യട്ടെ. ഞാൻ അന്ന് സ്ക്വാഡിൻ്റെ കേസിൽ ഇറക്കുമ്പോഴും അന്ന് നമ്മുടെ ഇവിടെ ഈ ഫ്ലോർ തറകളിലുള്ള അഴുക്ക് ജേംസ് എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട്. അന്ന് പഴയ കാലത്തൊക്കെ നമുക്ക് അറിയാലോ, ചാണകവും സിമെൻറ്റ് തറകളാണ്. അതൊക്കെ മാറി ഈ ടൈൽസും ഗ്രാനൈറ്റും മാർബിളൊക്കെ വന്നപ്പോൾ ഇതിനകത്ത് നമ്മൾ പുറമെന്ന് ചവിട്ടി കയറുന്ന ഒരു സാധനം ഇതിനകത്ത് നിന്ന് പോവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലൈനുകൾ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവേണ്ടത്. ഫോഴ്സ്ഡാണ്. കാരണം ഈ അന്തരീക്ഷം മാറി. പക്ഷെ അതിൽ ഇന്ത്യയിൽ ഇത്രയും കോടി ജനങ്ങളുടെ പൊട്ടൻഷ്യലിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡിന് അല്ലെങ്കിൽ അത് കോമ്പറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ചിന്തകൾ വരണത്. കാരണം കോമ്പറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കാൻ നീ. കാരണം അത് എവിടെ എത്തും എന്നുള്ളതിൽ എനിക്ക് അന്ന് ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സ്കൂൾ വിട്ട പോലെയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് കേരളത്തിൽ. ഈ ഫ്ലഡിൻ്റെ സമയത്ത് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാർ, ഒരുപാട് കടകൾ ഒക്കെ മുങ്ങിപ്പോയില്ല കേരളത്തിൽ. അപ്പോൾ പിന്നെയും നമ്മൾ ഈ ആഗ്രഹമുള്ളിൽ വീണ്ടും അതിൽ നിന്ന് വീണ്ടും തുടങ്ങുക, വീണ്ടും പോവുക.
പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ളത്, ഒന്ന് ആഗ്രഹം കുന്നോളം ഉണ്ടാക്കുക, 2 ജോലി എടുക്കാനുള്ള 24 മണിക്കൂർ ജോലി. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ സമയവും അവിടെ നിന്ന് കിട്ടുന്ന വേതനവുമാണ് നമ്മുടെ ആ ഒരു മീറ്റർ സെറ്റ് ചെയ്യുക. ഇത് സ്വന്തമായി ചെയ്താൽ പിന്നെ സമയമൊന്നുമില്ലാന്ന്. 24 മണിക്കൂർ നമ്മുടെ ഞങ്ങളുടെ തൃശ്ശൂർകാര ഭാഷയിൽ പട്ടിപ്പണിയാണ്. പക്ഷെ ഇൻട്രസ്റ്റിങ്. കാരണം നമ്മൾ എന്താ പറയുക, വിജയം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് നമുക്ക്. കാരണം ഏത് പരിപാടിയിലും പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഒരു സമ്മാനമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. 100% തിരിച്ചടി കിട്ടും. തിരിച്ചടിയും കിട്ടും. പിന്നെയുള്ളത് എനിക്ക് ഈ ഒരുപാട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് ഇപ്പോഴും നമ്മുടെ സന്തോഷ് ജോൺ സാറിൻ്റെയൊക്കെ ഇതാണ്, പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോവുക, പഠിക്കുന്നത് ജോലിക്ക് പോകുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട കാലമായി കേരളം. കാരണം നമ്മളൊരു ജോലിയിൽ നിന്നും മാറി ഒരു സംരംഭം തുടങ്ങിയാൽ ഒരുപാട് ഞാൻ ആദ്യം പറഞ്ഞ സോഷ്യലുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിൽ ഇങ്ങനെ പിന്നെ ഭയങ്കര ബോറടിയാവുന്നേ. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്. ഇപ്പോഴും ഇത് കേൾക്കുന്നവരോട് ഈ ബോറടിയായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ബോറടിയാണ് ഇങ്ങനെ പോകണം അല്ലപ്പോൾ എല്ലാം ഓക്കെയല്ലേ. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കയ്യിൽ കുറേ ഐഡിയകളുണ്ടായിരുന്നു. എനിക്ക് ഇവരെ ഇത്തരം വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ ഒരു ഏകദേശം 6 മാസം ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ പറയും. കാരണം ആഗ്രഹമുണ്ട്. എവിടെയോ ഒരു ഭയമുണ്ട്. ഭയം എന്ന് പറയുന്നത് ഇവരുടെ, എനിക്ക് മനസ്സിലാവണം, എല്ലാവരും തോൽക്കാനായിട്ടുണ്ട് ഭയം. ഞാൻ പറയുന്നത് തോൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഈ രണ്ടും തോൽക്കാത്തടുത്ത് വിജയില്ലാന്നേ. ഞാനിപ്പോൾ ഈ ഫ്യൂലക്സ് ആദ്യമായിട്ട് ഞാൻ 100 പീസോളം എൻ്റെ വെൽവിഷേഴ്സിന് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവരൊക്കെ എന്തുവാടാ അത് എന്ന് പറയും. എടാ നീ ഒന്ന് കഴിച്ചു നോക്ക്, നിങ്ങളിത് കഴിച്ചു നോക്ക്. പെട്ടെന്ന് എത്തണില്ല. പക്ഷേ പിന്നീട് അവർക്ക് ഇപ്പോൾ അത് അവർ എടുത്ത് അവരത് എൻജോയ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് പ്രശ്നമാണ്. എല്ലാവർക്കും നമുക്കൊരാൾ വേണ്ടേ ഒരു കാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ വെൽവിഷർ വേണം, അല്ലെങ്കിൽ ആ ബ്രാൻഡിനോട്, ആ ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സ്റ്റോറിയോട് ആ സ്റ്റോറിയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഓപ്പർച്യൂണിറ്റികളുണ്ട്. കേരളം എനിക്ക് തോന്നുന്നു എന്തുമാത്രം ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്നു പോകണം. ഇനിയും കേരളത്തിൽ ഈ മെട്രോ സിറ്റികൾ ഇനിയും ഗ്രോ ചെയ്യുന്നു. ഒരുപാട് സംരംഭകർക്ക് ഇനിയും സ്പേസ് ഉണ്ട്. ഒരു കാര്യമാണ്, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ആരെടുക്കും എന്നുള്ളത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. എനിക്കത് വലിയൊരു, എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ ഫ്യൂലക്സിൽ ഒരുപാട് സമയം റിസർച്ചിന് വേണ്ടി കളയുന്നുണ്ട്. കളയല്ല, അത് നമ്മൾ പിന്നെയും ഇത് ഫൈൻ ട്യൂൺ ചെയ്യുക. ഫ്യൂലക്സ് എന്ന് പറയുന്നൊരു സാധനത്തിലൂടെ നമ്മുടെ പുരുഷന്മാരെ താങ്കൾ ഇനി ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഉറപ്പായി സ്ക്വാഡ് വിജയിപ്പിച്ച പോലെ ഇത് വിജയിപ്പിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് ഓൾറെഡി വിജയമാണ്. കാരണം ഒരു വർഷത്തെ കേസ് സ്റ്റഡിയിൽ ഞാൻ എവിടെ എത്തി കഴിഞ്ഞു. കാരണം ആ സൊല്യൂഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞല്ലോ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അവിടെ നിന്ന് PO വരുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയമുണ്ട്. കാരണം അവിടെ അത് ചോദിച്ചു വരുന്നവരുണ്ട്, സ്റ്റോക്ക് ഔട്ടാവുന്നുണ്ട്, കസ്റ്റമർ കെയറിൽ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, അത് കഴിക്കേണ്ട വിധങ്ങളൊക്കെ ചോദിക്കുന്നു. ഞാൻ ഭംഗിയായിട്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ അത് സർവീസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ്. കാരണം പലർക്കും പല ആവശ്യങ്ങളുമായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു പരിധിവരെ എൻ്റെ ഫ്യൂലക്സിന് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നത്. ഇപ്പോഴും സ്ക്വാഡ് എടുത്ത് കൊണ്ടുപോകുന്നവർക്ക് ആ വാല്യൂ ഫോർ മണി തന്നെയാണ് നമ്മളവിടെ ഡെലിവറി ചെയ്യുന്നത്. അവൻ്റെ ആ സ്ക്വാഡ് എടുക്കുമ്പോൾ കുറച്ച് പേർക്ക് എൻ്റെ ഫേസ് അറിയാം. അതൊരു സ്നേഹം മാത്രം ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അവരുടെ സ്പെൻഡ് ചെയ്ത കാശിന് റിട്ടേൺ വേണമെന്നേ. അത് തന്നെയാണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പൊരിക്കണം. നിങ്ങൾ കേട്ടു, ജിജോ എന്ന സ്ക്വാഡ് എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയ സംരംഭകൻ. അത് കേരളത്തിലല്ല, ഇന്ത്യയിലെ എമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി വളർത്തി. അതിൻ്റെ പിന്നിൽ ജിജോയുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു വലിയ ഫാർമ കമ്പനി ഏറ്റെടുത്ത് അതൊരു ലോകോത്തര ബ്രാൻഡാക്കി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംരംഭമോഹം അവിടെ ഒതുങ്ങിയില്ല. 2 കൊല്ലം ഈ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്, പായാനാണെന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ജിജോൻ്റെ കാര്യം. തൃശ്ശൂർക്കാരുടെ രക്തത്തിൽ കച്ചവടമാണ്, അവർ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അതിനേക്കാളും വലിയൊരു ആശയമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അധികം സംസാരിക്കാൻ മടി കാണിക്കുന്ന ഒരു ഏരിയയാണ് പുരുഷന്മാരുടെ സെക്ഷൽ ഡ്രൈവിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം അവരുടെ ക്ഷീണവും. അപ്പോൾ അദ്ദേഹം ഇത്തവണ കണ്ടെത്തിയത് പുരുഷന്മാരെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. അവരിൽ ഉന്മേഷമുണ്ടാക്കുക, അവരുടെ യൗവനം വീണ്ടെടുക്കുക. അത്തരം പ്രോഡക്റ്റുമായിട്ടാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിരിക്കണം ഒരു സംരംഭം. അത് വളരെയധികം ഡ്രൈവുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിജയിക്കും. അതിന് ആദ്യത്തെ എക്സാമ്പിൾ തന്നെയായിരിക്കും ജിജോ. ഇപ്പോൾ അദ്ദേഹം നല്ലൊരു കർമ്മമേഖല കണ്ടെത്തി കഴിഞ്ഞു.
ഒരാൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞ പോലെ 24 മണിക്കൂറും അധ്വാനിക്കാൻ തയ്യാറാണോ? ഭയമില്ലാതെ തോൽക്കാൻ തയ്യാറായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ? സംരംഭത്തിൻ്റെ വിജയം ഇരിക്കുന്നത് ആരാണോ ആദ്യം പോയി തോൽക്കുന്നത് അവരാണ് വിജയിക്കുക. ജിജു അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് 9 എയർപോർട്ടിലും ഇന്ന് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്ക ഷോപ്പുകളിലൊക്കെ ഇത് എത്തിച്ചു കഴിഞ്ഞു. അദ്ദേഹം പ്രീമിയം ഔട്ട്ലെറ്റുകൾ എത്തിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, സന്തോഷത്തിന് വകയുണ്ട്, ഇദ്ദേഹം നേരത്തെ അപ്രോച്ച് ചെയ്ത ആ കമ്പനി, സ്ക്വാഡ് ഏറ്റെടുത്ത കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി മാറാൻ പോവുകയാണ്. മാത്രമല്ല, ആദ്യത്തെ കുഞ്ഞിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ സഹായം തിരിച്ചു ലഭിച്ച് അത് വളരാനും പോവുകയാണ്. നമുക്കിത്തരം ഈ ജിജോയെ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ എനർജറ്റിക്കാണ്, വെറുതെ ഇരിക്കില്ല, നല്ല വായനാശീലമുണ്ട്, ഒബ്സർവേഷനുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നും പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങണമെന്നും സമൂഹത്തിലൊരു സൊല്യൂഷൻ കൊടുക്കണമെന്നും. പണമല്ല ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്, എന്തോ ഒരു പാഷനാണ്. അത് തന്നെയായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള വിജയത്തിൻ്റെ ഘടകവും. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഫ്യൂലെക്സ് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പൊരിക്കും, നാടൻ ഭാഷയിൽ പറഞ്ഞത് പൊളിക്കും. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. നിരവധി പേർക്ക് ഇദ്ദേഹത്തിന് തൊഴിൽ കൊടുക്കാനാവട്ടെ. ജിജോ, വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആദ്യമായി കണ്ടപ്പോൾ അതൊരു സ്പാർക്കായിരുന്നു. രണ്ടാമത് നിങ്ങൾ അതിനേക്കാളും വലിയ സ്പാർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞ സമയം കൊണ്ട് ഇത് ഹിറ്റാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാനൊരു പ്രോമിസ് തരുന്നു, ദൈവം ആരോഗ്യ ആവശ്യം തരുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിജയകഥ പറയാൻ 3ാമത്തെ ഇൻ്റർവ്യൂ ആയിട്ട് ചിലപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ, ഒരു ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യണം. തീർച്ചയായും അത് നമുക്കൊരു പ്രോമിസാണ്. സന്തോഷം. വളരെ സന്തോഷമുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകർ പേരിലും താങ്കൾക്കും താങ്കളുടെ പുതിയ ആശയത്തിനും എല്ലാ ആശംസകളും. വലിയ സന്തോഷം.